എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാരായണീയത്തിൻ്റെ 3 ദശകങ്ങൾ കഴിഞ്ഞ് 4ാമത്തെ ദശകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത ദശകം 4ാമത്തെ ദശകം എന്ന് പറയുന്നത് ഈ ഓരോരോ ദശകങ്ങൾ കഴിയും തോറും ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുക, അതിനുള്ള പല പല വഴികൾ ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും എന്നാണ് ഒരു ദശകത്തിന് ഒരു പേര്. ഓരോന്നിലും ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം പേര് പറഞ്ഞതിൽ. ചെറിയൊരു വൃത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ പറ്റുമോ എന്നുള്ളത് നോക്കാം. പറ്റുന്നത്ര അത്രയല്ലേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ, നമ്മുടെ സാധിക്കുന്നത് പോലെ പഠിച്ചു പോവാം. അപ്പൊ ഇവിടെ ഈ അഷ്ടാംഗയോഗം അതിൻ്റെ സിദ്ധിപ്രകാരം എന്ന് പറയുമ്പോൾ ചില കർമ്മങ്ങളിലൂടെ ഭഗവാനെ ഉപാസിക്കുക, അതിൻ്റെ സിദ്ധി ഏത് പ്രകാരത്തിലാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതൊക്കെയാണ് ഇതിൽ ചെറിയ തോതിൽ പറയുന്നത്. അപ്പോ ഈ 2ാമത്തെ ദശകം മുതൽക്ക് തന്നെ ഈ പരീക്ഷത്തിനോട് ഉപദേശം തുടങ്ങുന്ന ഭാഗങ്ങളൊക്കെ തുടങ്ങുകയാണ്. പരീക്ഷത്തിനോട് ഉപദേശം ഉണ്ടല്ലോ, ഈ ശ്രീ ശുകബ്രഹ്മർഷി ആ ശാപം കിട്ടിയ സമയത്ത് തക്ഷകൻ കടിച്ചു മരിക്കുന്ന ആ സമയത്തുള്ളൊരു ഉപദേശങ്ങളൊക്കെ സപ്താഹം ആയിട്ടൊക്കെ ഉപദേശം ഉണ്ടല്ലോ. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ കുറേശ്ശെ ഉൾക്കൊള്ളിച്ചിട്ട് ഉള്ളതാണ് 2ാമത്തെ ദശകം മുതൽ ഉള്ള ഭാഗങ്ങൾ കുറേശ്ശെ ആയിട്ട്. ഈ ഭാഗവതത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഈ നാരായണീയത്തിലും ഉള്ളത്. അതിൻ്റെ ഒരു സത്ത് ആണ് എന്ന് പറയാം. ആ ശ്രീശുക ബ്രഹ്മർഷിയോട് പരമാവധി അടുത്തുകൊണ്ട് അദ്ദേഹമായിട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ ഭട്ടതിരിപ്പാട് ഭാഗവതത്തിൻ്റെ അർത്ഥസംഗ്രഹം, ആ അർത്ഥസംഗ്രഹം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. നമുക്ക് 1ാമത്തെ ശ്ലോകം നോക്കാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ആശു തവ തുഷ്ടിം ആപ്നുയാം. ഇങ്ങനെയാണ് വരുന്നത്. ഈ പദങ്ങൾ അപ്പോ കല്യതാം മമ, ഇവിടെ തുടക്കത്തിൽ തന്നെ ഈ അർത്ഥം പറയാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ വാക്കുകൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. ആദ്യം ചൊല്ലാനുള്ള ഒരു പഠനം. കല്യതാം, കല്യതാം മമ, അതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത പദങ്ങളാണ്. കുരുഷ്വ, താവതീം, കല്യതാം മമ കുരുഷ്വ താവതീം, കല്യതാം മമ കുരുഷ്വ താവതീം, കല്യതേ ഭവദുപാസനം യയാ. അവിടെ ഭവദുപാസനം, അവിടെ
ഭ എന്നുള്ള അക്ഷരം ഭവതു പാസനം പ ആണ്. അത് നമ്മൾ ആ ഒരു ശക്തി ചിലപ്പോൾ അവിടെ ഉപാസനം എന്നാവും. ഭവദുപാസനം എന്നാവാനുള്ള സാധ്യത കിടക്കുന്നുണ്ട്. ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കുറച്ച് ചില കാര്യത്തിലൊക്കെ മടി ഉള്ള കൂട്ടത്തിലാണ്. അക്ഷരങ്ങളെ വേണ്ട വിധത്തിൽ ഉച്ചരിക്കാൻ നമുക്ക് പൊതുവേ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ ഭ എന്നുള്ള അക്ഷരമൊക്കെ വരുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഭവദു പ എന്നുള്ളത് പ എന്നുള്ളതിന്റെ ശക്തി കുറഞ്ഞു വരും. ഭവദുപാസനം എന്നാവും. അത് പോരാ, ഭവദുപ അത് തന്നെ പറയണം. ഭവദുപാസനം യയാ കല്യത്തെ ഭവദുപാസനം യയാ കല്യത്തെ ഭവദുപാസനം യയാ കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ. അവിടെ തേ എന്നുള്ളത് ഈ പറഞ്ഞ പോലെയാണ്. കല്യതേ എന്നാവാൻ സാധ്യതയുണ്ട്. പലർക്കും പറ്റുന്നതാണ് കല്യതേ. അതൊരു തെറ്റാന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് തോന്നില്ല. പക്ഷെ ദേ പോരാ, കല്യത്തേ എന്ന് തന്നെ പറയണം. കല്യത്തേ ഭവദുപാസനം യയാ. അടുത്ത വരിയില് ഷ്ട ഷ്ട രണ്ടിങ്ങനെ വരുന്നത് കൊണ്ട് സ്പഷ്ട. ഷ്ടാന്നാവുകയും ചെയ്യരുത്. ഷ്ടാന്ന് വേണ്ട, ശക്തി വേണ്ട. പക്ഷെ സ്പഷ്ട സ്പഷ്ട അത് വളരെ സ്പഷ്ടമാവണം നമ്മൾ ചെല്ലുന്നത്. സ്പഷ്ട സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ സ്പഷ്ടം അഷ്ട. അവിടെ സ്പഷ്ടമഷ്ട വിധ ധ എന്നുള്ള അക്ഷരം ഘോഷാക്ഷരാണ്. സ്പഷ്ടമഷ്ടവിധ യോഗ ച ര്യ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ 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 പുഷ്ടയാ ആശു കൂടി വരുമ്പോൾ പുഷ്ടയാശു തവ തുഷ്ടി തുഷ്ടിം ആപ്നുയാം. ആപ്നു എന്നും ചിലര് ആപ്നു എന്നും ഉച്ചരിക്കാറുണ്ട്. രണ്ടായാലും തെറ്റില്ല. ആ ഞാ എന്നുള്ളതേ പാ കഴിഞ്ഞിട്ട് വരുന്ന ഞാ അത് ആപ്നുയാം എന്നും ഉച്ചരിക്കും. പക്ഷെ കേരളീയമായിട്ടുള്ള വേദ സംബന്ധമായിട്ടുള്ള ഒരു ആപ്നു എന്നും ഉച്ചരിക്കാറുണ്ട്. രണ്ടിലും തെറ്റൊന്നുമില്ല. തുഷ്ടിമാപ്നുയാം രണ്ടും തെറ്റില്ല. പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. അപ്പൊ ഇനി നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. അപ്പോ ഇതിനെ പദങ്ങൾ മുറിച്ച് അതിന്റെ ക്രിയകൾ കണ്ടുപിടിച്ച് ആ ക്രിയയോട് ചോദ്യം ചോദിച്ച് ആ ക്രമത്തിൽ പെടുത്തിയിട്ടാണ് അന്വയിക്കുക. അന്വയിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ അർത്ഥം വരികയാണ്. അപ്പൊ നമുക്ക് അത്ര കൂടുതലൊന്നും നിൽക്കുന്നില്ല. നമുക്ക് വേഗം അന്വയത്തിലേക്ക് കടക്കാം.
ഹേ വരദ, അവിടെ വരദ എന്നുണ്ടല്ലോ, വരദ എന്ന് വിളിക്കുകയാണ്. വരദ എന്നൊക്കെ പറയുമ്പോൾ വരത്തിരുന്നയാളെ എന്നുള്ള ഗുരുവായൂരപ്പ എന്നൊക്കെ ഉള്ളൊരു സംബോധനയാണ്. അപ്പോ വരം തരുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ എന്നൊക്കെ സംബോധന ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ള രീതിയിലാണ്. അപ്പോ എന്നിട്ട് പറയാണ്, അല്ലയോ വരദ, വരത്തെ തരുന്ന ദേവ, യയാ ഭവതുപാസനം, യയാ ഭവതുപാസനം കല്യത്തെ മമ താവതീം കല്യതാം കുരുഷ്വ. അപ്പോ യയാ ഭവതുപാസനം, ഭവതുപാസനം യയാ, അങ്ങയെ ഉപാസിക്കുക എന്നുള്ള വിഷയം. യയാ ഭവതുപാസനം, അങ്ങയെ ഉപാസിക്കാൻ എത്ര കണ്ട് ശക്തി വേണമോ, എത്ര കണ്ട് ആരോഗ്യം വേണമോ. ഇപ്പം ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് ഭട്ടതിരിപ്പാട്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. യയാ ഭവതുപാസനം, യാതൊരു പ്രകാരത്തിലാണ് അങ്ങയുടെ ഉപാസനം വേണ്ടത്. കല്യത്തെ മമ താവതീം, മമ താവതീം കല്യത്തെ, കല്യതാം കുരുഷ്വ. അപ്പൊ എനിക്ക് ആ ഉപാസനം എത്ര കണ്ട് ചെയ്യപ്പെടാനുള്ള ആരോഗ്യം എനിക്ക് വേണമോ, ഉപാസനം എത്ര കണ്ട് ചെയ്യപ്പെടണമോ, അതിന് തക്കത്തിലുള്ള ആരോഗ്യത്തെ എനിക്ക് ഉണ്ടാക്കിത്തരണമേ എന്ന് പറയാൻ. കല്യതേ മമ കുരുഷ്വ, എന്നിലേക്ക് ആ അനുഗ്രഹത്തെ കുരുഷ്വ ചെയ്യൂ എന്ന് പറയാണ്. എനിക്ക് ആ കല്യതെ, കലനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യൂ എന്നുള്ള, കല്യതെ ചെയ്യപ്പെടുന്നു, കല്യതാം ചെയ്യൂ എന്ന് പറയാണ്. അതായത് യാതൊരു തരത്തിലാണോ ഭവതുപാസനം കല്യതേ, അങ്ങയെ ഉപാസിക്കുന്നത് എത്ര ആരോഗ്യം വേണമോ, കല്യതേ അത്രയും, മമ താവതീം, എനിക്ക് താവതീം കല്യതാം, അത്രയും തരൂ എന്നാണ്. താവതീം കല്യതാം കുരുഷ്വ ചെയ്യൂ, അത്രയും ആരോഗ്യം എനിക്ക് ചെയ്യൂ എന്ന് പറയാണ്. അപ്പൊ എനിക്ക് അങ്ങയെ ഉപാസിക്കാൻ വേണ്ടതായ ആരോഗ്യത്തെ തരൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്നിട്ട് എന്താണ് ചെയ്യുക? പുഷ്ടയാ, പുഷ്ടയ, അങ്ങനെ പുഷ്ടി പ്രാപിച്ചു കഴിഞ്ഞാൽ, പുഷ്ടയ പുഷ്ടി പ്രാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ പുഷ്ടി പ്രാപിച്ച് പുഷ്ടയാ അഷ്ടവിധ യോഗചര്യയാ, പുഷ്ടയാ അഷ്ടവിധ യോഗചര്യയാ, അഷ്ടവിധ യോഗചര്യ, അഷ്ടവിധമായിട്ടുള്ള 8 വിധത്തിലുള്ള യോഗചര്യകളുണ്ട്. യോഗാസനങ്ങള് എന്നൊക്കെ പറയുന്ന യോഗചര്യകള്, യമനിയമാദി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. യമാദികളെ ശീലിക്കണം, യമനിയമാദികളെ ശീലിക്കണം എന്നൊക്കെ പറയും. അപ്പൊ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള 8 വിധത്തിലുള്ള യമനിയമാദി വ്യവസ്ഥകളുണ്ട്, യോഗചര്യകളുണ്ട്. ആ യോഗചര്യകളെ കൊണ്ട് സ്പഷ്ടമായിട്ട് ഈ അഷ്ടവിധത്തിലുള്ള യോഗചര്യകളെ കൊണ്ട് ഇതാണ് അഷ്ടവിധ യോഗചര്യ എന്ന് പറഞ്ഞാൽ യമനിയമാദി അഷ്ടവിധ യോഗചര്യകളാണ്. അപ്പൊ പുഷ്ടയാ അഷ്ടവിധ യോഗചര്യ, പുഷ്ടമായിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള യമനിയമാദികൾ ചെയ്യുമ്പോ അത് ഒരു ഭാഗികമായിട്ടായാൽ പോരാ, അതിൻ്റെതായ കൃത്യമായിട്ട് ഏത് വിധത്തിൽ വരണമോ അതേപോലെ തന്നെ വരണം. അത് ഭാഗികമായ പോരാന്നർത്ഥം.
അപ്പൊ യമം ചെയ്യുകയാണെങ്കിലും നിയമങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതൊക്കെ കൃത്യമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. അതുകൊണ്ടാണ് പുഷ്ടയാ, ഓരോന്നിലും പുഷ്ടിപ്രദമായിരിക്കണം. യമം ചെയ്യുമ്പോൾ പുഷ്ടിപ്രദമായിട്ട് യമം ചെയ്യണം. അങ്ങനെ അപ്പൊ പുഷ്ടിപ്രദമായിരിക്കുന്ന രീതിയിലുള്ള ഈ അഷ്ടവിധമായിരിക്കുന്ന യോഗചര്യകളെ കൊണ്ട്, ഈ ഓരോ യോഗചര്യകളും ഏത് ചെയ്യുകയാണെങ്കിലും അതില് പൂർണ്ണത ഉണ്ടാവണം. അങ്ങനെയുള്ള അഷ്ടവിധ യോഗചര്യയാ, ഈ അഷ്ടവിധ യോഗചര്യകളെ കൊണ്ട് ആശു തവ തുഷ്ടിം, ആശു തവ തുഷ്ടിം, ആശു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, വളരെ വേഗത്തിൽ എന്നുള്ള അർത്ഥമാണ് ആശു. ആശു തവ തുഷ്ടിം, വളരെ വേഗത്തിൽ തന്നെ തവ തുഷ്ടിം, അങ്ങയുടെ തുഷ്ടി, തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം, അങ്ങയുടെ സന്തോഷത്തെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. തവ തുഷ്ടിം സ്പഷ്ടം ആപ്നുയാം, ആ അങ്ങയുടെ സന്തോഷത്തെ സ്പഷ്ടം ആപ്നുയാം, സ്പഷ്ടമായിട്ട് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും, ഒരു സംശയമില്ലാത്ത, നിശ്ചയമായിട്ടും എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഉറപ്പായിട്ടും, സ്പഷ്ടം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. സ്പഷ്ടം, വ്യക്തം എന്നുള്ളത് മാത്രമല്ല, നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും എന്നൊക്കെയുള്ളൊരു അർത്ഥവും കൂടി വരും. അപ്പൊ സ്പഷ്ടം ആപ്നുയാം, ആപ്നുയാം എന്ന് പറയുമ്പോൾ നേടുക എന്നുള്ള അർത്ഥമാണ്. അത് അഹം ആയതുകൊണ്ട് ഞാൻ നേടട്ടെ എന്നാണ്. അഹം ആപ്നുയാം, ഞാൻ അതിനെ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. എനിക്ക് ഈ യോഗചര്യകളൊക്കെ ചെയ്തിട്ട്, ഈ പുഷ്ടിപ്രദമായിട്ടുള്ള യോഗചര്യകളൊക്കെ ചെയ്തിട്ട് അങ്ങയുടെ പ്രസാദത്തെ വേഗത്തിൽ തന്നെ ലഭിക്കട്ടെ. ഇത് പ്രാർത്ഥനയാണ്. ഇതൊക്കെ എനിക്ക് ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അതിനെ ഓരോന്നിനെയും കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് അതാണ് ശീലിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഇങ്ങനെയുള്ള യോഗചര്യകളെയാണ് ശീലിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരിക കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോ ഈ യോഗചര്യകള്, ഭാഗവത ധർമ്മത്തിന്റെ അനുഷ്ഠാനം, അത് സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുക, അതാണ് വേണ്ടത്. ആ നിർവഹിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കഴിയണം എന്നുള്ള പ്രാർത്ഥന, അതാണ് ഈ സ്തോത്രത്തിൽ മുഴുവനായിട്ടും ഉള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ ഇപ്പൊ കഴിഞ്ഞത്. അഷ്ടവിധ യോഗചര്യകളെ കൊണ്ട് അത് പരിപൂർണമായിട്ടുള്ള അഷ്ടവിധ യോഗചര്യകളെ അനുഷ്ഠിച്ചിട്ട് എനിക്ക് ഭഗവാനെ സന്തോഷപ്പെടുത്താൻ വളരെ വേഗത്തിൽ തന്നെ സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിൽ ഉള്ളത്. അതിന് ആരോഗ്യം വേണം. അപ്പോൾ അതിനുവേണ്ട ആരോഗ്യവും ഭഗവാൻ തന്നെ തരണം. ആ ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ അഷ്ടവിധ യോഗചര്യകൾ കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ആ അഷ്ടവിധ യോഗചര്യകൾ എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഭഗവാന്റെ സന്തോഷം എനിക്ക് ലഭിക്കണം, അനുഗ്രഹം ലഭിക്കണം എന്നുള്ള പ്രാർത്ഥന. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാ സുതവ തുഷ്ടിമാപ്നുയാം. അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ശ്ലോകമാണ്. ഇതിലൊക്കെ ഓരോരോ കൃത്യമായിട്ടും ഒന്നുകൂടി ആയിട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ അഷ്ടവിധ യോഗചര്യകൾ പോലെ തന്നെ ഓരോരോ യോഗചര്യകളെയും ക്രമത്തിൽ അങ്ങനെ ഉദ്ദേശിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈ ആപ്ലവാദി നിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. ബ്രഹ്മചര്യ ദൃഢതാദിഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച പാവിതാഃ കുർമഹേ ദൃഢം അമീ സുഖാസനം പങ്കജാദ്യം അപി വാ ഭവത്പരാ.
അപ്പൊ അവിടെ ബ്രഹ്മചര്യ ദൃഢതാദിഭി ആ അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ബ്രഹ്മ എന്നുള്ളതിന്റെ ഉച്ചാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ബ്രഹ്മ, ആ എന്നുള്ളത് ഒന്നിങ്ങനെ ആക്കി പിടിച്ചാൽ, കുറച്ചു നേരം ഒന്നിങ്ങനെ ആക്കി പിടിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഹ എന്ന് ഉച്ചരിക്കുമ്പോൾ ശരിയാവും. ബ്രഹ്മ ബ്രഹ്മ ചര്യ ബ്രഹ്മചര്യ. ദൃഢ, ഢ എന്നുള്ളത് ഘോഷമായിട്ടുള്ള അക്ഷരാണ്. ദൃഢ, ദൃഢത, ദൃഢതാദി, ഭി വിസർഗവും. ദൃഢതാദിഭി, ദൃഢതാദിഭി. ബ്രഹ്മചര്യ ദൃഢതാദിഭി. ആ വിസർഗം എന്നാവുമ്പോഴ് ദൃഢതാദിഭിർ. പിന്നെ വരുന്നത് യമൈ എന്നായതുകൊണ്ട് ദൃഢതാദിഭിർ യമൈ എന്ന് ചെല്ലാറില്ല. അപ്പൊ എന്നുള്ളതിന് കുറച്ചൊന്ന് ചെറിയ തരത്തിൽ ഒന്ന് ചെല്ലും. എന്നുള്ളത് ര് എന്നുള്ള തരത്തിൽ. ദൃഢതാദിഭിര്യമൈ. അതിന് മനസ്സിലാക്കാനുള്ള ഉദാഹരണമാണ് സൂയൻ എന്നുള്ളത് സൂര്യൻ എന്ന് നമ്മൾ ഉച്ചരിക്കാറില്ലല്ലോ, സൂര്യൻ എന്നല്ലേ ഉച്ചരിക്കാറ്. അതാണ് അതിന്റെ ഒരു ഉത്തരം. അപ്പൊ സൂര്യൻ എന്നുള്ളതിന് പകരം സൂര്യൻ എന്ന് ഉച്ചരിക്കുന്നത് പോലെ ദൃഢതാദിഭിര്യമൈ എന്ന് ചെല്ലും. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈ. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈ. പിന്നെ ആപ്ലവാദി നിയമൈ. ആപ്ലവാദി, ആപ്ലവാദി നിയമൈ ച. ആപ്ലവാദി നിയമൈശ്ച, ആപ്ലവാദി നിയമൈശ്ച പാവിതാ. ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല. ആപ്ലവാദി നിയമൈശ്ച പാവിതാ. ആപ്ലവാദി നിയമൈശ്ച പാവിതാ. ഇവിടെ കൂട്ടിച്ചെല്ലുന്ന സമയത്ത്, രണ്ടു വരിയും കൂടി കൂട്ടിച്ചെല്ലുന്ന സമയത്ത് ദൃഢതാദിഭിര്യമൈ എന്നുള്ള വിസർഗം ര് എന്നായിട്ട് മാറും. എന്നിട്ട് ആപ്ലവാദിയുടെ കൂടെ കൂടും. അപ്പൊ ര് ആ ആവുമ്പോ രാ എന്നാവും. അങ്ങനെയാണ് കൂട്ടിച്ചെല്ല. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈരാപ്ലവാദി നിയമൈശ്ച പാവിതാ. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈരാപ്ലവാദി നിയമൈശ്ച പാവിതാ. ആ രണ്ടു വരി ആയല്ലോ. ഇനി മൂന്നാമത്തെ വരി നോക്കാം. കുർമഹേ, കുർമഹേ. അത് കുർമഹേ എന്നൊക്കെ പറഞ്ഞ ക്രിയാപദമാണ്. കുർവേ, കുർവഹേ, കുർമഹേ ക്രിയാപദാണ്. കുർമഹേ. ദൃഢം, ദൃഢം ഢ എന്നുള്ള അക്ഷരം ദൃഢം അമീ കൂടി വരുമ്പോൾ ദൃഢമമീ. കുർമഹേ ദൃഢമമീ. സുഖാസനം. സുഖ എന്നുള്ളത് അധികരം ആണ്. സുഖാസനം. കുർമഹേ ദൃഢമമീ സുഖാസനം. കുർമഹേ ദൃഢമമീ സുഖാസനം. കുർമഹേ ദൃഢമമീ സുഖാസനം. പിന്നെ പങ്കജാദ്യം, പങ്കജാദ്യം, പങ്കജാദ്യം അപി.
പങ്കജാദ്യമപി. പങ്കജ എന്നാണ്. പങ്കജ ജ എന്നേ ഉച്ചരിക്കാവുള്ളൂ. ച എന്നായി പോകരുത് എന്നർത്ഥം. പങ്കജാദ്യം അങ്ങനെ ആവരുത്. പങ്കജ ജ മൃദുവായിട്ടുള്ള അക്ഷരമാണ് ജ എന്നുള്ളത്. പങ്കജാദ്യം അപി. പങ്കജാദ്യമപി. വാ ഭ ഭവത്പര. അവിടെ ഭ ഘോഷാക്ഷരാണ്. ഭവത്ത് ഭവത് പര പ എന്നാണ്. ഭവത് പരാ. പങ്കജാദ്യമപി വാ ഭവത് പരാ. പങ്കജാദ്യമപി വാ ഭവത് പരാ. പങ്കജാദ്യമപി വാ ഭവത് പരാ. കുർമഹേ ദൃഢമമീ സുഖാസനം. പങ്കജാദ്യമപി വാ ഭവത് പരാ. ബ്രഹ്മചര്യദൃഢതാദിഭിര്യമൈരാപ്ലവാദിനിയമൈശ്ച പാവിതാ. കുർമഹേ ദൃഢമമീ സുഖാസനം. പങ്കജാദ്യമപി വാ ഭവത് പരാ. ഇത് ചെറിയ ശ്ലോകമാണ്, കുറച്ചക്ഷരങ്ങൾ മാത്രം ഉള്ള ശ്ലോകമാണ്. രഥോദ്ധത എന്നാണ് ഈ വൃത്തം. രഥോദ്ധത ഇതാണ് ഈ വൃത്തം. അപ്പൊ ചെറിയ ശ്ലോകമാണ്. അപ്പൊ ഇനി ഇതിന്റെ അക്ഷരം അല്ല ഇതിന്റെ അർത്ഥം നോക്കാം. അമീ. അമീ എന്ന് പറഞ്ഞാൽ അയം ഇവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അയം അമു അമീ. അപ്പോ അയം ഇവൻ എന്നുള്ളതിന്റെ ബഹുവചനാണ്. ഇവന്മാർ എന്ന് നമുക്ക് സാമാന്യം പറയാം. പക്ഷേ ആ തരത്തിലല്ല, അടിയങ്ങൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് എടുക്കാം. ഞങ്ങൾ എന്ന് പറയുന്നതിന് പകരം പറയുന്ന ശരിയ. ഇവൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ എന്ന് പറയുമ്പോൾ ഒരു അഹങ്കാര സ്വരാവോ എന്ന് സംശയം. ഞാൻ എന്ന് പറയുമ്പോൾ അപ്പൊ അതിന് പകരമാണ് ഇവൻ. ഇവൻ ചെയ്തോളാം. അതിന്റെ വേറൊരു ഇതാണ് നമ്മൾ പലതിലും കേട്ടിട്ടുണ്ടാവും. അടിയൻ, അടിയങ്ങൾ. ഒരാളെ ഉള്ളുവെങ്കിലും ആ അടിയങ്ങൾ എന്ന് പറയും ചിലര്. അടിയങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഒരാളെ ചെയ്യാനുണ്ടാവുള്ളൂ. എന്നാലും അടിയങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒന്നുകൂടി താഴുകയാണ്. ശരിക്കും താണുകൊണ്ട് പറയുകയാണ്, ബഹുമാനം കൂടുതൽ കൊണ്ട് അങ്ങനെ പറയാണ്. അത്രയും നമ്മൾ താഴുകയാണ്. ഞാൻ മാത്രല്ല, ഞങ്ങൾ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ബഹുമാനിക്കുകയും കൂടിയാണ് അതിന്റെ ഉദ്ദേശം. അപ്പോ അമീ എന്ന് പറഞ്ഞു. ഞങ്ങൾ, അടിയങ്ങൾ. ഭവത്പരാ. അമീ വയം, അടിയങ്ങളായിട്ടുള്ള ഞങ്ങൾ. ഭവത്പരാ, ഭവത്പരന്മാരായിട്ട്. ഭവത്പരന്മാരായിട്ട്. ഭവത്ത് പരന്മാർ, ഭവാൻ അങ്ങ്, ഭവാനോട് പരന്മാര്, ഭവത് പരന്മാര്. ആ ഭഗവാനെ പരമായിട്ട്, ഭഗവാനെ അങ്ങേ അറ്റത്ത് കാണുന്ന, ഭഗവാനാണ് ഞങ്ങളുടെ പരം ലക്ഷ്യം എന്ന് കാണുന്ന ആൾക്കാരായിട്ട്, ഭവത്പരന്മാരായിട്ട്. ഭഗവാനെ ആണ് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത്, ഭഗവാനിലേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് എന്നൊക്കെയുള്ള ബോധ്യത്തോടുകൂടി പ്രയത്നിക്കുന്ന ഞങ്ങൾ, പ്രവർത്തിക്കുന്ന ഞങ്ങൾ. അതാണ് അങ്ങയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അങ്ങയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്, ഭഗവാനെയാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് എന്നൊക്കെ പറയുന്നത്. അതാണ് ഭവത്പരന്മാർ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ അടിയങ്ങൾ, ഞങ്ങൾ ഭവത്പരന്മാരായിട്ട്, അങ്ങയെ ആശ്രയിക്കുന്നവരായിട്ട്. ഇനിയാണ് എന്തൊക്കെയാണ്? ബ്രഹ്മചര്യ ദൃഢതാദിഭി. ബ്രഹ്മചര്യ ദൃഢതാദിഭി യമയ്യേ. ഇപ്പൊ നമ്മൾ നേരത്തെ യമനിയമാദികള് എന്ന് പറഞ്ഞു. ആ യമനിയമാദികളെ ഒന്നുകൂടി പറയുകയാണ് ശരിക്കും.
അത് എന്തൊക്കെയാണ് ഈ യമനിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്, എന്താണ് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. ശരിക്കും ബ്രഹ്മചര്യ ദൃഢതാദിഭി യമയ്യേ. അപ്പോ ബ്രഹ്മചര്യം വേണം. ബ്രഹ്മചര്യം ദൃഢമായിട്ടുള്ള ബ്രഹ്മചര്യം, ഉറച്ച ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്നുള്ള വാക്കിന് വിവാഹം കഴിക്കാത്ത അവസ്ഥ എന്നുള്ള അങ്ങനെ ഒരു അർത്ഥേ ഇല്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് ചരിക്കുക, അതാണ് ബ്രഹ്മചര്യം എന്നുള്ളതിന്റെ ഉദ്ദേശം. വിവാഹം കഴിക്കാത്ത ഒരവസ്ഥ എന്നുള്ളൊരർത്ഥം ഒരിക്കലുമില്ല. ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന അവസ്ഥ. അതിന് വിവാഹം എന്നുള്ളതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിയുന്നത് ഒരു സംഭവം എന്നല്ലാതെ മറ്റൊരർത്ഥമൊന്നുമില്ല. ഇപ്പൊ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന അവസ്ഥ, ഇപ്പൊ ഉറച്ചതായിരിക്കണം ആ ബ്രഹ്മചര്യം. അതിന് മറ്റുള്ള ഒന്നും ഒരു തടസ്സമാവരുത്. മറ്റുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഉറച്ച തരത്തില് ബ്രഹ്മത്തിലേക്കാണ് പോകേണ്ടത്. ആ വഴിയിൽ ഉള്ള എന്തുണ്ടെങ്കിലും അതൊക്കെ ഇതിന് തടസ്സമാവാത്ത രീതിയിൽ മാത്രം, ആ ബ്രഹ്മത്തിലേക്കുള്ള കാൽവെപ്പിന് തടസ്സമാവുന്നത് ഒന്നും സ്വീകരിക്കാതെ, ആവാത്തത് മാത്രം സ്വീകരിച്ചുകൊണ്ട്, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ ബ്രഹ്മത്തിലേക്ക് പോകാനുള്ള കാൽവെപ്പായിട്ട് മാത്രം കണ്ടുകൊണ്ട്, അതാണ് ദൃഢമായിട്ടുള്ള ബ്രഹ്മചര്യം. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെ അതൊക്കെ ഇതിന്റെ പിന്നെ ഭാഗം തന്നെയാണ്. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ മറ്റുള്ള ജീവികളും ആ ബ്രഹ്മത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഒരു ജീവിയെയും കൊല്ലാൻ സാധിക്കില്ല. അത് കൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ആ ബ്രഹ്മത്തിലേക്ക് നമുക്ക് എത്താനുള്ള ആ വഴി നമ്മൾ തന്നെയായിട്ട് ഇല്ലാതാക്കുകയാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോ അതിനുള്ള ഒരു വഴിയും കൊടുക്കില്ല. ബ്രഹ്മചര്യത്തിലേക്ക് ഉറച്ച ഒരു കാൽവെപ്പോടു കൂടിയാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ ഒരു തരത്തിലും നമ്മൾ ആ ബ്രഹ്മത്തിനെ, മറ്റൊരു ജീവബ്രഹ്മനെ നമുക്ക് എതിരായിട്ട് വരുന്നതായാൽ പോലും നമുക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നീങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഉപദ്രവിക്കില്ല. അതുപോലെ കള്ളത്തരം പറയേണ്ട വിഷയമേ വരുന്നില്ല. അഹിംസ, സത്യം, ആസ്തേയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ട്, അഹിംസ വേണം, സത്യം വേണം, ആസ്തേയം, അങ്ങനെയുള്ള എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ നീങ്ങുള്ളൂ. ബ്രഹ്മചര്യ ദൃഢതാദിഭി യമയി, ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള യമങ്ങള്, ഈ യമങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ബ്രഹ്മചര്യം, അഹിംസ, സത്യം എന്നൊക്കെ പറയുന്നത് ബ്രഹ്മചര്യത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടും ആപ്ലവാദി നിയമൈശ്ച, ആപ്ലവാദി നിയമയ്യേ, നിയമങ്ങളെ കൊണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൃത്യമായിട്ടുള്ള ദിനചര്യ, അതാണ് നിയമം. ആപ്ലവം തുടങ്ങിയ നിയമങ്ങള്. ആപ്ലവനം, പ്ലവനം എന്നൊക്കെ പറഞ്ഞാല്, പ്ലവനം എന്നൊക്കെ പറഞ്ഞാൽ കുളിക്കുക, അതാണ് പ്ലവനം, കുളിക്കുക. ആപ്ലവനം, കുളി മുതലായിട്ടുള്ളത് നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന കൃത്യനിഷ്ഠകളിൽ പെടുന്നതാണ് നിയമങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടങ്ങ് വെക്കുകയാണ്, ഇത്ര സമയത്ത് എഴുന്നേൽക്കുക, കൃത്യമായിട്ട് കുളിക്കുക, അങ്ങനെയുള്ള ചില നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ചില നിയമങ്ങളുണ്ട്. ഇത് നമ്മുടെ ദിനചര്യയാണ്, അതാണ് നിയമം. ആ നിയമങ്ങളെ കൊണ്ട്, അതാണ് ആപ്ലവാദി നിയമയ്യേ. ഇപ്പൊ കുളി, സ്നാനം മുതലായിട്ടുള്ള, സ്നാനം കൊണ്ട് ദേഹശുദ്ധി, അതേപോലെയുള്ള ചില ക്രിയകളെ കൊണ്ട് മനസ്സിന് ശുദ്ധി, ഇതൊക്കെ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ക്രിയകളാണ് നിയമങ്ങളൊക്കെ. മനസ്സിന് ശുദ്ധി, അപ്പോ അതിന് ചിലപ്പോൾ ചില ജപങ്ങളായിരിക്കും വേണ്ടി വരിക, ചില പ്രാണായാമങ്ങളായിരിക്കും മനസ്സിന് ശുദ്ധിക്ക് വേണ്ടി വരിക. അതൊക്കെ ചെയ്യുന്ന നിയമങ്ങൾ. അപ്പോ യമങ്ങൾ നമ്മൾ പറഞ്ഞു, ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള യമങ്ങള്. അതേപോലെ തന്നെ
നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞു സ്നാനം മുതലായിട്ടുള്ള ദിനചര്യകൾ ആകുന്ന നിയമങ്ങൾ, ജപം തുടങ്ങിയിട്ടുള്ള ആ നിയമയിച്ച ആ പിന്നെ യമങ്ങളെ കൊണ്ടും നിയമങ്ങളെ കൊണ്ടും, യമങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, നിയമങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു. ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള അതാണ് യമങ്ങൾ, അതായത് അഹിംസ, സത്യം തുടങ്ങിയിട്ടുള്ള അതൊക്കെയാണ് ബ്രഹ്മചര്യം തുടങ്ങിയ യമങ്ങൾ. പിന്നെ നിയമങ്ങൾ എന്ന് പറഞ്ഞു ആപ്ലവാദി നിയമയിച്ച കുളി മുതലായിട്ടുള്ള നിയമങ്ങളെ കൊണ്ടും, അതിനെ കൊണ്ടൊക്കെ എന്താണ് ആവുന്നത്, നിയമയിച്ച പാവിത, അതിനെ കൊണ്ടൊക്കെ പാവിതന്മാരായിട്ട്, പാവിതന്മാര് എന്ന് പറയുമ്പോ ശുദ്ധന്മാര്, പരിശുദ്ധന്മാര്, പാവനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പാവനന്മാര്, അത് നമ്മൾക്ക് പരിചയമുള്ളൊരു പദമായിരിക്കും പാവനം, പാവനന്മാരായിട്ട്, അതിനാണ് പാവിതന്മാര്, പരിശുദ്ധരായിട്ട് എന്നർത്ഥം. അപ്പോൾ ഈ യമങ്ങളെ കൊണ്ടും നിയമങ്ങളെ കൊണ്ടൊക്കെ പരിശുദ്ധരായി തീർന്നിട്ട് എന്നർത്ഥം. പാവിത, നിയമയിച്ച പാവിത സുഖാസനം അപിവാ, ഇനിയുണ്ട് ചെയ്യാൻ കാര്യങ്ങൾ. സുഖാസനം അപിവാ, ഒന്നുകിൽ സുഖാസനത്തെ തിരഞ്ഞെടുക്കാം. സുഖാസനം നമ്മളെ ഇരിപ്പാണ് പറയുന്നത്, ഇരിപ്പ് എങ്ങനെയൊക്കെ ഇരിക്കണം എന്നുള്ള പറയാണ്. അപ്പൊ സുഖാസനത്തിൽ ഇരിക്കാം. ഇനിയോ അതല്ല, സുഖാസനം വാ, ഇനി പങ്കജാദ്യം ആസനം വാ, പങ്കജാദ്യം വാ, പങ്കജാതി ആയിട്ടുള്ള ആസനം. പങ്കജം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ, താമര. അപ്പൊ താമരയിൽ ഇരിക്കുക എന്നുള്ളതല്ല, പലതരത്തിലുള്ള ആസനങ്ങളുണ്ട്. ഈ പങ്കജത്തിന്റെ വേറൊരു പേര് കേട്ട് കഴിഞ്ഞാൽ അതെന്താ ആസനാണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാം. പത്മാസനം, അത് നമുക്കറിയാം, ആസനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. പലതരത്തിലുള്ള ആസനങ്ങളുണ്ട്, പത്മാസനം, വജ്രാസനം എന്നൊക്കെ പലതരത്തിലുള്ള ആസനങ്ങളുണ്ട്. അങ്ങനെയുള്ള നമുക്ക് സുഖകരമായിട്ടുള്ള ഏതാസനമാണെങ്കിലും സ്വീകരിക്കാം. കുറച്ചുകൂടി നല്ലത് പങ്കജാസനമാണ്, അത് പത്മാസനാണ്, അല്ലെങ്കിൽ വജ്രാസനാണ്, അതാണ് കുറച്ചുകൂടി കഠിനം, അതാണ് നല്ലത്. പക്ഷെ അത് കഷ്ടപ്പെട്ട് ചെയ്യാൻ പാടില്ല, നമുക്ക് സുഖമായിരിക്കണം. പത്മാസനത്തിൽ ഇരുന്നാലും ഇതിന് ശീലിക്കാം. കുറച്ചു നേരമൊക്കെ ഇരുന്ന് ബുദ്ധിമുട്ട് തോന്നിയാൽ മാറ്റി, പിറ്റേ ദിവസം കുറച്ചുകൂടി ശീലിച്ച്, പിന്നെ അവസാനം ഈ പത്മാസനം എന്നുള്ള സുഖമാവുന്നത് വരെ നമുക്കത് പരിശീലനമായിട്ടെടുത്ത് പിന്നെ ആ പത്മാസനത്തിൽ എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഇരിക്കാം എന്നുള്ള അവസ്ഥ വന്നാൽ ആ പത്മാസനം സ്വീകരിക്കാം. അങ്ങനെ പത്മാസനം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സുഖാസനം, സുഖാസനം എന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ സാധാരണ ഈ ചമ്രം പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്ന അതൊക്കെ സുഖാസനത്തിൽ പെടുന്ന. അപ്പൊ അങ്ങനെയുള്ള ഇരിപ്പും ആവാം. അപ്പോൾ അതാണ് സുഖാസനം അപിവാ. ഇനി പത്മാസനം, പലതരത്തിലുള്ള ആസനങ്ങളുണ്ട്. അങ്ങനെയുള്ള വജ്രാസനം, പത്മാസനം, സുഖാസനം, പിന്നെയും പലതരത്തിലുള്ള ആസനങ്ങളുണ്ട്, എല്ലാം പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആസനത്തെ സ്വീകരിച്ചിട്ട് ദൃഢാം കുർമഹേ, ദൃഢാം കുർമഹേ, ദൃഢം കുർമഹേ, ദൃഢമായിട്ട് ചെയ്യട്ടെ, ദൃഢമായിട്ട് ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോ ഇങ്ങനെ ആദ്യം യമങ്ങളെ കൊണ്ട് നിയമങ്ങളെ കൊണ്ട് ഒക്കെ ശുദ്ധരായി കഴിഞ്ഞിട്ട് ഈ ഏതെങ്കിലും ആസനങ്ങളിൽ ഇരുന്നിട്ട് ആ ഭഗവാനെ വേണ്ടതുപോലെ ദൃഢമാക്കി വെച്ചുകൊള്ളാം, ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ഇരുന്നു കൊള്ളാം ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നിട്ട് എന്ന് പറയാണ്. അപ്പോ ഈ കർമ്മപദ്ധതിയിൽ വരുന്ന ഭാഗമാണ് ശരിക്കും ഇത്. കർമ്മപദ്ധതി ആയാലും ശരി, ജ്ഞാനപദ്ധതി ആയാലും ശരി, അതിനുള്ള ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഓരോ രീതികളാണ്. നമുക്കൊന്നുമില്ലാതെ എവിടെ എത്താൻ കഴിയില്ല. അപ്പൊ അതിന് ഒരു വഴി നമുക്ക് പറഞ്ഞു തരികയാണ് ശരിക്കും. യമങ്ങളെ കൊണ്ടും നിയമങ്ങളെ കൊണ്ടൊക്കെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കി മാറ്റിയിട്ട് നല്ല ഒരു ആസനത്തിലിരുന്ന് ഭഗവാനെ തന്നെ ദൃഢമായിട്ട് ചെയ്യാം എന്ന് പറയാണ്. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈരാപ്ലവാദി നിയമൈ
പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. അപ്പോ 3 തരത്തിലുള്ള യോഗാംഗങ്ങൾ, യമ നിയമ ആസനം, ഇതിനെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആസനം, യമം, നിയമം, ആസനം എന്ന് പറഞ്ഞതിൽ 3 തരം ഇവിടെ പറയപ്പെട്ടു. ഈ യോഗത്തെ അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അത് വളരെയധികം ധന്യമായിട്ട് മാറും എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ 2 ശ്ലോകങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. താരമന്തരനുചിന്ത്യ സന്തതം താരമന്തരനുചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖാ. ശബ്ദം ഒന്ന് മ്യൂട്ടായിട്ട് എല്ലാവരും ഇരുന്നോട്ടെ. മ്യൂട്ടല്ലാത്തവരൊന്ന് മ്യൂട്ടായിട്ട്. താരം അന്തഃ അനുചിന്ത്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാത് അഥാ അപഹൃത്യ ആസ്മഹേ ഭവദുപാസനോന്മുഖാ. അപ്പോ താരം അന്തഃ, താരം അന്തഃ, താരമന്തഃ, താരമന്തഃ. പിന്നെ അടുത്തത് അനുചിന്ത്യ, അനുചിന്ത്യ, ന്ത്യ അക്ഷരം, ന്ത്യ. അപ്പൊ താരമന്ത കഴിഞ്ഞിട്ട് അനുചിന്ത്യ വരുമ്പോ വിസർഗം ര് എന്നായിട്ട് മാറും. പിന്നെ അനുചിന്ത്യ ര് ആ, ഇപ്പൊ രാന്നാവും. താരമന്തരനുചിന്ത്യ, താരമന്ത മന്ത, താരമന്തരനുചിന്ത്യ. ന്ത എന്നുള്ളതിന്റെ ഒരു കളിയാണ് അവിടെ ആ ഇതില്. താരമന്തരനുചിന്ത്യ സന്തതം, ത ധാരാളമുണ്ട്. ഇപ്പൊ താരമന്തരനുചിന്ത്യ സന്തതം, ആ ത എന്നുള്ള ഖരാക്ഷരാണ് വരുന്നത് കൂടുതലും. ഖരം ആണ്, അധികരല്ല. ഇപ്പൊ താരമന്തരനുചിന്ത്യ സന്തതം, താരമന്തരനുചിന്ത്യ സന്തതം. അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോ താരമന്തരനുചിന്ത്യ സന്തതം ആയിപ്പോകും. ചെല്ലിയത് ശരിയാന്ന് ചിലപ്പോ തോന്നും, പക്ഷെ ഞാൻ ചെല്ലിയത് തെറ്റാണ്. കാരണം ആ ഖരമായിട്ട് ശരിക്കും ഉച്ചരിച്ചില്ല ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. താരമന്തരനുചിന്ത്യ സന്തതം, തതം അത് തന്നെ വരണം. താരമന്തരനുചിന്ത്യ സന്തതം. അങ്ങനെ തന്നെ ഉച്ചരിച്ചാലാണ് കേൾക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവുക, നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവും. അത് അങ്ങനെ ചൊല്ലി ശീലിക്കുമ്പോൾ അത് നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് സുഖം കിട്ടുമ്പോൾ അത് മനസ്സിന് സുഖം കിട്ടും, ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. ഇതും കൂടി ഇതിൻ്റെ ഒരു വിഷയമാണ്. അങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഭഗവാനെ ഉപാസിക്കാൻ കൃത്യമായിട്ട് യമം നിയമം അത് കഴിഞ്ഞിട്ട് ആസനം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെതായ ഉച്ചാരണത്തോടു കൂടിയിട്ട് ഉച്ചരിച്ച് ശീലിക്കുമ്പോൾ നമുക്കും ഈ പറഞ്ഞതുപോലെ ആ ശ്ലോകത്തെ കൃത്യമായിട്ട് ഉച്ചരിക്കുമ്പോൾ ശാരീരികമായിട്ട്
കുറച്ച് മനസ്സിനും കൂടി ഒരു സുഖം ഉണ്ടാവും. പിന്നെ അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള. അപ്പൊ അങ്ങനെ 3 ഇത് പറയുന്നത് പോലെ തന്നെ, യമ നിയമ ആസനങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ ഉച്ചാരണ വിഷയത്തിലും നമ്മൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. താരമന്തരനു ചിന്ത്യ സന്തതം. രണ്ടാമത്തെ വരി പ്രാണ. അവിടെ അതെ പ്ര എന്നുള്ള അക്ഷരം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതാണ്. പ്ര എന്നുള്ളതിന് അധികം ശക്തി കൊടുക്കില്ല. പ്ര എന്ന് തന്നെ വേണം. പ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ പ എന്നുള്ളത് ഖരമാണ്. അതിൻ്റെ കൂടെ ര എന്നുള്ള കുറച്ച് ശക്തിയുള്ള ഒരു പദം തന്നെയാണ് ര എന്നുള്ളത്. അത് നിസ്സാരമായിട്ട് ചെല്ലാൻ പറ്റുന്നതല്ല. അപ്പോ പകാരം ഖരമാണ്, ര എന്നുള്ളതിനും കുറച്ചൊരു ശക്തി വേണം. ഇപ്പൊ രണ്ടും കൂടി കൂടുമ്പോൾ പ്രാ, കൂട്ടക്ഷരാണല്ലോ, രണ്ടും വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പോ പ്രാ അത്ര ശക്തി കൊടുക്കണം. പ്രാണ വായു, വായും, പ്രാണവായും. അടുത്തത് അഭിയമ്യ. അവിടെ ഭി എന്നുള്ളത് ഘോഷാക്ഷരാണ്. പിന്നെ വായും അഭിയമ്യ എന്നുള്ളത് കൂടി വരുമ്പോൾ അനുസ്വാരം മകാരായിട്ട് പ്രാണവായുമഭിയമ എന്നാവും. പ്രാണവായുമഭിയമ്യ മ്യ. പിന്നെ നിർമ്മല, നിർമ്മല. പ്രാണവായുമഭിയമ്യ നിർമ്മല. പ്രാണവായുമഭിയമ്യ നിർമ്മല. താരമന്തരനുചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല. അത് രണ്ടും കൂടി കൂട്ടിച്ചെല്ലുന്ന സമയത്ത് താരമന്തരനുചിന്ത്യ സന്തതം. അവിടെ എന്നുള്ളത് കുറച്ചൊന്ന് പിടിക്കുക. സന്തതം പ്രാണ. അത് ആ ഒരു ഗ്യാപ്പ് കുറയുമ്പോഴാണ് പ്ര എന്നുള്ളത് നേരെ ആവാണ്ട് വരിക. സന്തതം പ്ര എന്ന് ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് വൃത്തിയിൽ ചെല്ലണമെങ്കിൽ അനുചിന്ത്യ അല്ലെങ്കിൽ ശരിയാക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴാണ് പ്ര എന്നുള്ളതിന് ശക്തി കൂടുന്നുണ്ടോ എന്നൊക്കെ തോന്നുക. ഇതാകുമ്പോൾ ബുദ്ധിമുട്ടില്ല. സന്തതം പ്രാണ. അപ്പൊ അത്രയും ശക്തി കൊടുക്കണ്ടു, എന്നാലും അത് വേണ്ടതുപോലെ ആവുകയും ചെയ്യും. താരമന്തരനുചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല. ഇനി മൂന്നാമത്തെ വരി ഇന്ദ്രിയാണി. ഇന്ദ്രി, അവിടെ ശ്രദ്ധിക്കണം, ഇന്ദ്രാന്നാണ്, നാദാന്നാണ്. അത് കുറച്ച് മാറിപ്പോകരുത്. അത് മൃദുവായിട്ടുള്ള ദകാരാണ്. ന എന്നുള്ളതിൻ്റെ കൂടെ കൂടുന്നത് മൃദുവായിട്ടുള്ള ദകാരമാണ്. അതിൻ്റെ കൂടെ ര എന്നും കൂടി വരുന്നു. അപ്പൊ ന് ദ് ര് ആണ്. അത് ചിലപ്പോൾ നമുക്ക് ആ ദകാരം മൃദുവായിട്ടുള്ളത് ഖരമായി മാറാൻ സാധ്യതയുണ്ട് ചിലർക്ക്. അപ്പോൾ ഇന്ദ്രൻ ഒക്കെ ആയി പോകും. ഇന്ദ്രിയം അത് ആവരുത്. ഇന്ദ്രിയം എന്ന് നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയും. കേട്ടാൽ ശരിയാന്ന് തോന്നും, പക്ഷെ അത്ര വേണ്ട. ഇന്ദ്രിയം എന്ന് മതി. ഇന്ദ്രി അത്രേ വേണ്ടു. ഇന്ദ്രിയാണി, ആ ഉച്ചാരണം നോക്കിയാൽ മനസ്സിലാവും. ഇന്ദ്രിയാണി, ഇന്ദ്രിയാണി, ആ വ്യത്യാസം ശീലിക്കണം. ഇന്ദ്രിയാണി. വിഷയാത്, വിഷയാത്ത് എന്നുണ്ടെങ്കിലും അത് അടുത്ത പദമായിട്ട് ചേർന്ന് വരുമ്പോൾ അത്ത് എന്നുള്ളത് ദ് എന്നായി മാറും. വിഷയാത് എന്നായി മാറും. അത് വേറെ പറയുമ്പോൾ വിഷയാത് എന്നാണ് നിർത്തുക. പക്ഷെ അത് വേറൊരു പദമായിട്ട് കൂടിച്ചേർന്ന് വരുമ്പോൾ ഈ ത എന്നുള്ളത് ദ ആയി മാറും. ഖരമായിട്ടുള്ള തകാരം മൃദുവായിട്ടുള്ള ദകാരമായി മാറിയിട്ടാണ് അടുത്ത അഥ എന്നുള്ളതിൻ്റെ കൂടെ ചേരും. അപ്പൊ വിഷയാത് അഥ, വിഷയാദഥ. അവിടെ ഥ എന്നുള്ളത് അധികരമാണ്. വിഷയാദഥ, വിഷയാദഥ. അടുത്തത് അഥ എന്ന് കഴിഞ്ഞിട്ട് അപഹൃത്യ, അപഹൃത്യ, അപഹൃത്യ. അപ്പൊ അഥ
അപഹൃത്യ, അഥാപഹൃത്യ എന്നാവും. ഥാ എന്നുള്ള ദീർഘം അതും ശ്രദ്ധിക്കണം. വിഷയാദഥാപഹൃത്യ, വിഷയാദഥാപഹൃത്യ. പിന്നെ ആസ്മഹേ എന്നാണ്. ഇവിടെ പ്രസന്റ് ചെയ്തതിൽ അപഹൃത്യ എന്ന് കഴിഞ്ഞിട്ട് 2 പ്രശ്ലേഷം പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, അപഹൃത്യ എന്ന് കഴിഞ്ഞിട്ട് ആസ്മഹേ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇപ്പോ ഒന്നേ ഒക്കെ ഉള്ളൂവെങ്കിൽ ശരിക്കും അപഹൃത്യ അസ്മഹേ എന്നും ആവാം. പക്ഷെ അസ്മഹേ എന്നല്ല, ആസ്മഹേ എന്നാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2 ഇതൊക്കെ കാണുന്നത്. ദീർഘമുണ്ട്, ഒരു പ്രശ്ലേഷമൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപഹൃത്യ പിന്നെ ഒരു 2 പോലെയൊക്കെ കാണുന്നില്ലേ, 2 എണ്ണം ഇതേപോലെയൊക്കെ കാണുന്നത് അതുകൊണ്ടാണ്. ചിലതിൽ 2 പ്രശ്ലേഷം കാണാം. അപ്പൊ അത് ആസ്മഹേ എന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ വിഷയാദഥാപഹൃത്യാസ്മഹേ, കാരണം ആസ്മഹേ എന്നുള്ളത് അടുത്ത പദമാണ്. അപഹൃത്യ എന്ന് വരെ, അപഹൃ എന്ന് വരെ ശരിക്കും ഒരു പദത്തിൽ വരുന്നുള്ളൂ. പക്ഷെ ത്യ എന്നുള്ളത് അടുത്ത പദത്തിൽ, അടുത്ത വരിയിലാണ് വരുന്നത്. ശരിക്കും പദം നോക്കുമ്പോൾ അപഹൃത്യ എന്ന് വരെ ഉണ്ട് ആ പദം. പക്ഷെ വരി നോക്കുമ്പോൾ അപഹൃ എന്ന് വരെ വരുന്നുള്ളൂ. ത്യാസ്മഹേ എന്ന് അടുത്ത വരിയിലാണ് വരിക. പക്ഷെ അങ്ങനെ നമുക്ക് ഉച്ചരിക്കാൻ പാടില്ല. ഇപ്പോൾ ഓരോ വരിയായിട്ട് ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ദ്രിയാണി വിഷയാദഥാപഹൃ ത്യാസ്മഹേ, അത് പാടില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അപഹൃ എന്നാകുമ്പോൾ ശരിയായില്ല. അപഹൃത്യ എന്നും കൂടി ആയാലേ ആ വാക്ക് മുഴുവനാവുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം, അപഹൃത്യാസ്മഹേ എന്ന് വരെ വേണം. വിഷയാദഥാപഹൃത്യാസ്മഹേ. ഇനി അത് മുഴുവൻ ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ എന്ത് വേണം, വിഷയാദഥാപഹൃത്യ എന്ന് വരെ ചൊല്ലി നിർത്തിയിട്ട് ആസ്മഹേ എന്ന് ചൊല്ലിയാലും വലിയ തെറ്റില്ല. പക്ഷെ അതിലും നല്ലത് ഇനിയിപ്പോൾ അഥവാ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയാണി എന്ന് കഴിഞ്ഞൊന്ന് നിർത്തുക. എന്നിട്ട് ശ്വാസം എടുത്തിട്ട് വിഷയാദഥാപഹൃത്യാസ്മഹേ എന്ന് വരെ ചെല്ലാം. ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ. പിന്നെയുള്ളത് ഭാ. ഭാ എന്നുള്ളത് ഘോഷാക്ഷരം. ഭവതു, ദു എന്നുള്ളത് മൃദുവാണ്. ഭവത് ഉപാസന. ഭവതുപാ, ദു കഴിഞ്ഞിട്ട് പാ എന്നാണ്. പ എന്നുള്ളത് ഖരം. ഭവതുപാസന, ഉപാസനോന്മുഖ, അതൊറ്റ പദമാണ്. ഭവതുപാസനോന്മുഖ. അവിടെ പദങ്ങൾ വരുമ്പോൾ ഭവത്, ഉപാസന, ഉന്മുഖ, അങ്ങനെ വെവ്വേറെ പദങ്ങൾ കൂടിയ ഒരു പദമാണ് ഭവതുപാസനോന്മുഖ. ഒറ്റ പദമാണ് ശരിക്കും, സമസ്ത പദം. അപ്പൊ അവിടെ ഭ, വ, ദു, പാ, പ, സനോ, സന, ഉൻ, സനോന്മു, നിമു, ന്മു. പിന്നെ ഖ എന്നുള്ളത് അധികരമാണ്. ഖ, ഭവതുപാസനോന്മുഖ. അവിടെ ഈ അക്ഷരങ്ങള് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെല്ലണം. ഭ, വധു, പാ, സനോന്മുഖ, ഭവതുപാസനോന്മുഖ, ഭവതുപാസനോന്മുഖ. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ചെല്ലുകയും വേണ്ട. പക്ഷെ ഓരോന്നിനെയും ഗൗരവത്തിൽ കാണണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. താരമന്തരനുചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ. ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. അപ്പോ അർത്ഥം നോക്കുമ്പോ
താരം അന്തരനുചിന്യ. പ്രാണവായു ഇന്ദ്രിയാണി വിഷാദ. അപ്പൊ ഇവിടെ കർത്താവായിട്ട് വരുന്നത് വയം എന്നുള്ളതാണ്. കാരണം ആസ്മഹേ എന്നുള്ളത് ക്രിയയായിട്ട് വരുമ്പോൾ അവിടെ കർത്താവ് വയം തന്നെയാണ്. അത് ഉറപ്പാണ്, വയം തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ് അവിടെ കർത്താവ്, കർത്താക്കന്മാർ ഞങ്ങൾ എന്നുള്ളതാണ് അവിടെ കർത്താവ് ആയിട്ട് വരിക. കാരണം പലർക്കും അറിയണ്ടാവും, ക്രിയാപദം വരുമ്പോൾ ആ ക്രിയാപദത്തിൽ 3, 3, 9 വരും. ഏകവചനം, ദ്വിവചനം, ബഹുവചനം ആയിട്ടുള്ള 3 അല്ലാതെ പിന്നെ പ്രഥമപുരുഷൻ, മധ്യമപുരുഷൻ, ഉത്തമപുരുഷൻ ഇങ്ങനെ 3 ആയിട്ടും തിരിച്ചിട്ടുണ്ട്. അതിലെ 3-മത്തത് അത് ഉത്തമപുരുഷൻ എന്നാണ് പറയുക. ആ ക്രിയാപദങ്ങളിൽ ഉത്തമപുരുഷനാണ് കർത്താവായിട്ട് വരുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും അവിടെ കർത്താവ് അസ്മത് ശബ്ദമാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി 2-മത്തത്, അതായത് മധ്യമപുരുഷനാണ് ക്രിയയായിട്ട് വരുന്നതെങ്കിൽ യുഷ്മത് ശബ്ദമാണ് കർത്താവായിട്ട് വരുന്നത്. അങ്ങനെ ഒരു നിയമമുണ്ട്. ബാക്കിയുള്ള ഏതായാലും ശരി അതിന് പ്രഥമ പുരുഷനുമാണ് കർത്താവായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് ആസ്മഹേ എന്നുള്ളത് ആസ്തേ, ആസാദേ, അതിൻ്റെയാണ് ആസേ, ആസ്വഹേ, ആസ്മഹേ, ആസേ, ആസ്വഹേ, ആസ്മഹേ. അപ്പൊ ആസ്മഹേ എന്ന് വരുന്നത്. അപ്പൊ അവിടെ വയം എന്നുള്ളതാണ് കർത്താവ്. അപ്പൊ ഞങ്ങൾ വയം, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാണ്. വയം അന്തഃ താരം. അന്തഃ എന്ന് പറയുമ്പോൾ ഉള്ളിൽ, ഞങ്ങള് അന്തഃ ഉള്ളില്, താരം. താരം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരിക നക്ഷത്രം എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. താരം എന്നുള്ളതിന് ഈ ക്രിയകളിലൊക്കെ പ്രണവത്തിനെയാണ് താരം എന്ന് പറയാം. താരം, പ്രണവം. പ്രണവം എന്നുള്ള അർത്ഥത്തിലാണ് താരം. അപ്പോ വയം അന്തഃ താരം, ഉള്ളില് പ്രണവത്തെ, ഓങ്കാരത്തെ എന്നർത്ഥം. ഉള്ളില്, ആ മനസ്സില് ഓങ്കാരത്തെ സന്തതം അനുചിന്യ. സന്തതം അനുചിന്യ. അനുചിന്യ, ചിന്ത്യ എന്ന് പറയുമ്പോൾ ചിന്തിച്ചിട്ട്, അനുചിന്യ എന്ന് പറഞ്ഞാൽ പശ്ചാത് ചിന്ത്യ. സന്തതം, സന്തതം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായ്പ്പോഴും, ഒരു ഇടയില്ല, ഇടമുറിയാതെ എന്നർത്ഥം. ഇടമുറിയാതെ അനുചിന്ത്യ, ചിന്തിച്ചിട്ട്, ധ്യാനിച്ചിട്ട് എന്നർത്ഥം. അപ്പൊ ഞങ്ങള് ചെയ്യാൻ പോവുകയാണ് ഇനിയുള്ള കാര്യത്തില്. ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തില് പിന്നെ യമം, നിയമം, ആസനത്തെ പറഞ്ഞു. ഇനി ഭഗവാനിലേക്ക് ദൃഢമായിട്ട് ചെയ്യാം എന്ന് വരെ മാത്രമാണ് പറഞ്ഞത്. അതിന്റെ ഒരു വഴിയാണ് ഇനി പറയുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് അന്തഃതാരം സന്തതമനുചിന്ത്യ, ഉള്ളില് പ്രണവത്തെ, ഓങ്കാരത്തെ തുടർച്ചയായിട്ട് ധ്യാനിച്ചിട്ട്, ചിന്തിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചുകൊണ്ട്, അപ്പൊ തുടർച്ചയായിട്ട് അങ്ങനെ ഓങ്കാരം നമ്മുടെ ഉള്ളിൽ അങ്ങനെ മുഴങ്ങുക. അതിനെ ധ്യാനിച്ചുകൊണ്ട്, ഓങ്കാരത്തെ ധ്യാനിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഓങ്കാരം ഉച്ചരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഓങ്കാരത്തിനെ ധ്യാനിക്കുക അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓങ്കാരത്തെ ധ്യാനിച്ചുകൊണ്ട്, പിന്നെയോ പ്രാണവായും അഭിയമ്യ, പ്രാണവായുവിനെ അഭിയമനം ചെയ്തിട്ട്. പ്രാണവായു എന്ന് പറയുമ്പോൾ ശ്വാസവായു, പ്രാണവായു നമ്മുടെ ശ്വാസവായു. ആ ശ്വാസവായുവിനെ എന്ത് ചെയ്യണം? അഭിയമനം ചെയ്തിട്ട്. ആ പ്രാണവായുവിനെ നമ്മൾ എപ്പോഴും നമ്മുടെ പാകത്തിനാക്കി മാറ്റാൻ സാധിക്കണം. ഇപ്പൊ ശ്വാസം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. അപ്പോ ഒരു ശ്ലോകം ചെല്ലുമ്പോഴൊക്കെ നമുക്കറിയാം, ഒരു ഉദാഹരണമായിട്ട് പറയാണ്. ഇപ്പോ നമ്മൾ കുറച്ച് നേരത്തെ ശ്വാസം എടുത്തു വെച്ച് ആ
മുറിക്കേണ്ട ദിക്കില് മുറിക്കണം. മുറിയാൻ പാടില്ലാത്ത സ്ഥലത്ത് മുറിയാതെ ആ ശ്വാസത്തെ ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ, അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ശ്വാസത്തിനെ ഒന്ന് ഏത് തരത്തിൽ വേണം ആദ്യം ഒന്നെടുത്ത് വേണ്ട സമയത്ത് നല്ലോണം ഉള്ളിലെടുത്ത് ആ ശ്ലോകം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ ഒരു ഘട്ടം വരെ ആയി നിർത്തേണ്ട ദിക്കിൽ നിർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് പിന്നെയും എടുത്ത്, അത് ശ്ലോകം ചെല്ലുമ്പോഴുള്ള രീതി. ശ്ലോകം ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പാട്ട് പാടുകയാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെയാണല്ലോ നമ്മൾ ചെയ്യാം. ഇവിടെ ഓങ്കാരത്തിനെ ധ്യാനിക്കുന്ന സമയത്ത് ആ പ്രാണവായുവിനെയും കൂടി വേണ്ട വിധത്തിൽ ക്രമീകരിച്ചും കൊണ്ട് എന്നർത്ഥം. അതിന് പ്രാണായാമങ്ങളെ വേണ്ട വിധ പോലെ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആ പ്രാണവായുവിനെ വേണ്ടതുപോലെ അധീനമാക്കിയിട്ട് നമ്മുടെ അധീനത്തിലായിരിക്കണം. നമ്മുടെ അധീനത്തിലാക്കാൻ സാധ്യമല്ല, ഭഗവാന്റെ അധീനത്തിലാണ് ശ്വാസം മുഴുവൻ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത്രയും കാര്യങ്ങൾ നമ്മുടെ ഇതാക്കാം. നമുക്കിപ്പോ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 4 മിനിറ്റ് ഒന്നും ചിലപ്പോൾ പ്രാണനെ അടക്കി പിടിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ നമുക്കിപ്പോൾ 1 മിനിറ്റ് മാത്രമേ സാധിക്കുന്നുള്ളൂ എങ്കിൽ പോലും ആ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അഭ്യാസം കാണിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ അധീനത്തിലാക്കിയിട്ട് നടത്താം. അപ്പോൾ 1 മിനിറ്റ് സമയമേ എനിക്ക് സാധിക്കുന്നുള്ളൂ എങ്കിൽ ഞാൻ അതിൽ 59 വരെ ആക്കിയിട്ട് ഞാൻ നിർത്തി അങ്ങ് വിട്ടു. അപ്പോൾ എൻ്റെ അധീനതയിലായി. മറ്റേത് നമുക്ക് സാധിക്കാതെ നമ്മൾ നിവൃത്തിയില്ലാണ്ട് നമ്മൾ ശ്വാസത്തിന് വിടുകയാണല്ലോ. ഇതങ്ങനെയല്ല. ഇതങ്ങനെയല്ലാതെ പിന്നെ നമ്മുടെക്ക് പാകത്തിനാക്കിയിട്ട് നമ്മൾ വിട്ടു. അപ്പോൾ നമ്മുടെ അധീനതയിൽ വന്നു. സാധിക്കാത്ത രീതിയിൽ വിടുകയല്ല എന്നർത്ഥം. അതാണ് പിന്നെ നമുക്ക് അധീനമാക്കിയിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ ഉള്ള ചില ഗുണങ്ങൾ അതാണ്. അപ്പോൾ പ്രാണനെ വേണ്ട വിധത്തിൽ, ശ്വാസത്തെ വേണ്ട വിധത്തിൽ ക്രമീകരിക്കണം. അതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത്ര ഉരുകൊണ്ട് പുറത്തേക്ക് കളഞ്ഞ് അല്ല, അങ്ങനെയൊക്കെയുള്ള ഈ ഉള്ളിലെടുക്കെടുത്ത് ഇത്ര സമയം ക്രമീകരിച്ച് പുറത്തേക്ക് വിടുക, അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ. പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് എടുക്കുക, പിന്നെ നിർത്തുക, വിടുക, അങ്ങനെയൊക്കെയുള്ള ചില ക്രമങ്ങളൊക്കെ പ്രാണായാമത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് നമുക്ക് സ്വാധീനമാവുന്ന രീതിയിൽ അത് ചെയ്യുക എന്നർത്ഥം. അങ്ങനെ ശ്വാസവായുവിനെ വേണ്ട വിധത്തിൽ ക്രമീകരിക്കാൻ സ്വാധീനമാക്കിയിട്ട് പ്രാണവായും അഭിയമ്യ നിർമ്മല. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് കുറച്ചുകൂടി നിർമ്മലമാവും. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ പോലും, ഉള്ളിലുള്ള പലതിനെയും ചിന്തകളെയും ഒക്കെ ഈ പ്രാണവായുവിനെ ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാവും. അതിനെ പരിശുദ്ധമാക്കാൻ അങ്ങനെ നിർമ്മലന്മാരായിട്ട്, പ്രാണവായുവിനെ സ്വാധീനമാക്കിയിട്ട് നിർമ്മലന്മാരായിട്ട്. നിർമ്മലന്മാർ എന്ന് പറയുമ്പോൾ എന്താണ്? എന്തിൽ നിന്നൊക്കെയാണ്, ഏതൊക്കെയാണ് നമുക്ക് അങ്ങനെ വരുന്ന ദോഷങ്ങൾ? ഇപ്പോൾ ദേഷ്യം വരാം, കാമക്രോധങ്ങളൊക്കെ വിഷയങ്ങളാണ്. സന്തോഷം, ഇപ്പൊ നമ്മളിപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്നൊരു തമാശ കേട്ടു, അപ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നുക. നല്ല കാര്യമല്ലേ ചിരിക്കുന്നത്? പക്ഷെ അല്ല, ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റത് ശ്രദ്ധിച്ചിട്ട് ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ പോകരുത്. അമിതമായിട്ടുള്ള സന്തോഷം മനസ്സിലിങ്ങനെ ഒഴുകിയെത്തുകയാണ്, അതും പാടില്ല. ദേഷ്യം പാടില്ല. അങ്ങനെ കാമക്രോധാദികളെ മുഴുവൻ നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതേപോലെയുള്ള പ്രാണായാമങ്ങളൊക്കെ. മനസ്സിൽ ഓങ്കാരം ഉണ്ടാവുക, ഈ പ്രാണവായുവിനെ നിയന്ത്രിക്കാൻ സാധിക്കുക. ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിർമ്മലന്മാരായി, മനസ്സും നിർമ്മലമായിട്ട് മാറി. എന്നിട്ടോ അഥ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ. അനന്തരം അതിന്റെ ശേഷം എന്ത് ചെയ്യണം? ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ. പിന്നെ ഇന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യണം.
പലതിനെയും കൈകാര്യം ചെയ്ത് ഇനി ഇന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യണം. ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അപഹരണം ചെയ്യുക. വിഷയങ്ങളിലേക്ക് പോകാനാണ് ഇന്ദ്രിയങ്ങൾക്ക് എപ്പോഴും താല്പര്യം. അതിനെ പിൻവലിക്കുക എന്നർത്ഥം. കണ്ണിന് കാണാൻ തോന്നും, കാണേണ്ടതിനെ കാണണം, അല്ലാത്തതിനെയും നമ്മൾ കാണുമല്ലോ. അപ്പോ ഭഗവാനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഭഗവാൻ അല്ലാത്ത ഒന്നിലേക്ക് നമ്മുടെ കണ്ണ് പോകുന്നുണ്ടെങ്കിൽ ആ കണ്ണിനെ നമുക്ക് തടയാൻ സാധിക്കണം. ശബ്ദം പലതും നമ്മൾ കേൾക്കും. ആ ഭഗവാനിലേക്ക് പോകേണ്ടതായ ശബ്ദങ്ങൾ കേൾക്കാം. അതിന് തടസ്സമായിട്ട് വരുന്ന ശബ്ദങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതൊക്കെ എല്ലായ്പ്പോഴും വേണ്ടതാണ്. പക്ഷെ ഈ നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടിയാണ്. ഇങ്ങനെ ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ വരണം. അപ്പൊ ഏതായാലും ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലോ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക. അത് വേറൊരു വിഷയത്തിലേക്ക് പോവാതെ ആ ഭഗവാനിലേക്ക് മാത്രം പോകുന്ന രീതിയിൽ ആ വിഷയങ്ങളെ ക്രമീകരിക്കുക. അങ്ങനെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന്, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനല്ലാത്തതൊക്കെ വിഷയങ്ങളാണ്. ഭഗവാനിലേക്കുള്ള വഴി അല്ലാത്തതൊക്കെ ഇവിടെ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ ഭഗവാനിലേക്ക് പോകണം എന്നർത്ഥം. ഭഗവാനിലേക്ക് പോകുന്നതിൽ ഉള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കണം. കാണേണ്ടതിനെ മാത്രം കാണുക, കേൾക്കേണ്ടതിനെ മാത്രം കേൾക്കുക എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്വസിക്കുക, നല്ലത് പലതും ശ്വസിക്കാം, അല്ലാത്തതും ശ്വസിക്കും. അപ്പോൾ നമ്മൾ നല്ലതിനെ മാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ വേണ്ടാത്തതിലേക്ക് പോകുന്നതിനെ ഓരോ ഇന്ദ്രിയങ്ങളെയും ക്രമീകരിക്കുക. അങ്ങനെ അഥ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ, ഇന്ദ്രിയങ്ങളൊക്കെ വിഷയത്തിൽ നിന്ന് പിന്തിരിച്ചിട്ട് ഭവതുപാസനോന്മുഖ ആസ്മഹേ, ഭവതുപാസനോന്മുഖ, ഭവത് ഉപാസനം, ഭവത് ഉപാസനം എന്ന് പറഞ്ഞാൽ ഭവാന്റെ ഉപാസനം, ഭവാന്റെ ഉപാസനം അല്ലെങ്കിൽ ഭവാനെ ഉപാസിക്കുന്നത്, ഇതൊക്കെയാണ് ഭവതുപാസനം എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഭവാനെ ഉപാസിക്കുന്നതിൽ, ഭഗവാനെ ഉപാസിക്കുന്നതിൽ, ഉപാസനത്തിൽ ഉന്മുഖന്മാരായിട്ട്, ഉന്മുഖൻ എന്ന് പറഞ്ഞാൽ ഈ മുഖം ഉന്മുഖമാക്കി വെക്കുക, ബഹിർമുഖൻ ആക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഉന്മുഖം എന്ന് പറഞ്ഞാൽ ആ മുഖം മുകളിലേക്ക് ആക്കി വെക്കുക എന്നർത്ഥം. വാക്കിന്റെ അർത്ഥമാണ് പറയുന്നത്. അപ്പൊ ഒരു വിഷയത്തിലേക്ക് മുഖം മുകളിലേക്ക് ആക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് താഴേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ. ഇതിപ്പോ അതല്ല, ഉന്മുഖം എന്ന് പറയുമ്പോൾ മുകളിലേക്കായിട്ട്, അപ്പോൾ പോസിറ്റീവാണ്. അപ്പൊ ഭഗവാനെ ഉപാസിക്കുന്നതിൽ ഉന്മുഖന്മാരായിട്ട്, അതിൽ ഉന്മുഖത ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉന്മുഖനല്ല എന്ന് മലയാളത്തിലും അത്യാവശ്യം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഏതായാലും വിമുഖൻ എന്നുള്ളതിൻ്റെ, വിമുഖൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിൻ്റെ വിപരീത പദമാണ് ശരിക്കും ഉന്മുഖൻ. വിമുഖൻ, മുഖം വിമുഖമായിട്ട്, വിഗതമായ മുഖത്തോടു കൂടിയാണ് വിമുഖൻ. അതിൻ്റെ എതിരാണ് ഉന്മുഖൻ. അപ്പം ഭവതുപാസനത്തിൽ ഉന്മുഖന്മാരായിട്ട്, ആ ഭഗവാനെ ഉപാസിക്കുന്ന കാര്യത്തിൽ സന്നദ്ധരായിട്ട് എന്നൊക്കെ അർത്ഥം. ആസ്മഹേ, ആസ്തേ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നാണ് ആസ്തേ. അപ്പൊ അതിൻ്റെയാണ് വയം ആവുമ്പോൾ ഞങ്ങൾ അങ്ങനെ ആസ്മഹേ, ഞങ്ങൾ ഇരുന്നു കൊള്ളാം. അപ്പോ ഉള്ളില് ഓങ്കാരത്തിനെ ഇടമുറിയാതെ ധ്യാനിച്ചുകൊണ്ട് പ്രാണവായുവിനെ വേണ്ടതുപോലെ
സ്വാധീനമാക്കിയിട്ട് ഈ കാമക്രോധം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ആ ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുന്നു കൊള്ളാം എന്ന് പറയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ യമനിയമാസനങ്ങൾ കഴിഞ്ഞിട്ട് പ്രാണായാമം, പ്രത്യാഹാരം എന്നുള്ള രണ്ടെണ്ണത്തിനെയാണ് ഇവിടെ പറഞ്ഞത്. പ്രാണായാമം പറഞ്ഞു, പ്രത്യാഹാരം, അങ്ങനെ രണ്ട് യോഗങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓങ്കാരത്തെ യോജിപ്പിക്കാൻ പറഞ്ഞു. അതിന് ഉള്ള പ്രധാനപ്പെട്ട വഴി ആണ് ഈ രണ്ട് വഴികൾ എന്ന് പറയാണ്. പ്രാണായാമം, പ്രത്യാഹാരം. ഇപ്പം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. അപ്പോൾ ആ വഴികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. താരമന്തരനു ചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖ. ഒരു ശ്ലോകം കൂടി നോക്കാമെന്ന് തോന്നുന്നു. അസ്ഫുടേ വപുഷി തേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർമുഹു തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. അസ്ഫുടേ വപുഷി തേ പ്രയത്നതഃ ധാരയേമ ധിഷണാം മുഹു മുഹു തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. ഇതില് ആദ്യത്തെ അസ്ഫുടേ അക്ഷരം ശ്രദ്ധിക്കണം. ആ സ്ഫു സ് ഫു ആണ്. ഫകാരം അധികരം ആണ്. അസ്ഫു ശക്തി നല്ലോണം പ്രയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടേ എന്നുള്ളതാണ്. ടേ എന്ന് പറയുമ്പോഴും ഖരമാണ്. അത് മൃദുവാവരുത്. അസ്ഫുടേ സാധ്യതയുള്ള ഒരു ഇതാണ് നമുക്ക് മാറിപ്പോവാൻ. അസ്ഫുടേ അതല്ല, അസ്ഫുടേ അസ്ഫുടേ അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അസ്ഫുടേ. അടുത്തത് വപുഷി. അസ്ഫുടേ വപുഷി തേ അസ്ഫുടേ വപുഷി തേ പ്രയത്നതഃ. പ്ര നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്ര എന്നുള്ളത്. യത്ന യത്ന തഃ പ്രയത്നതഃ. വിസർഗം ഓകാരാവും. അതുകൊണ്ട് പ്രയത്നതോ എന്ന് വരും ശ്ലോകം ചെല്ലുമ്പോൾ. പ്രയത്നതോ അസ്ഫുടേ വപുഷി തേ പ്രയത്നതോ അസ്ഫുടേ വപുഷി തേ പ്രയത്നതോ ധാരയേമ. അവിടെ ധാ ധാ ഘോഷം. ധാരയേമ. അടുത്തതും ധിഷണാം. അവിടെയും ധി എന്നുള്ളത് ഘോഷം. ധിഷണാം ധാരയേമ ധിഷണാം. പിന്നെ മുഹു മുഹു രണ്ട് പദം ആവർത്തിച്ച് വരുന്നതാണ്. അങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ
മുഹു എന്നുള്ള വിസർഗം എർ എന്നായിട്ട് മുഹുർമുഹു എന്നാവും. ധാരയേ മധിഷണാം മുഹുർമുഹു. ധാരയേ മധിഷണാം മുഹുർമുഹു. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേ മധിഷണാം മുഹുർമുഹു. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേ മധിഷണാം മുഹുർമുഹു. മൂന്നാമത്തെ വരി. തേന ഭക്തിരസം. ഭ ഘോഷാക്ഷരാണ്. ക്തി കീത്ത് ഇ. ഭക്തി രസം. ഭക്തിരസം. അന്ത രസം അന്ത കൂടുമ്പോ രസമന്ത. ഭക്തിരസമന്ത. തേന ഭക്തിരസമന്ത. അടുത്തത് ആർദ്രതാം. ആർദ്ര ആർദ്ര. ദകാരം മൃദുവാണ്. ആർദ്ര ശക്തി വേണ്ട. ആർദ്ര എന്നാ വരുത്. ആർദ്ര അത്രയാവാൻ പാടുള്ളൂ. ആർദ്ര താം. ആർദ്രതാം. അന്ത ആർദ്രതാം. അവിടെ വിസർഗം ര് എന്നായിട്ട് ആർദ്രതാം. അന്തരാർദ്രതാം. ഭക്തിരസമന്തരാർദ്രതാം. തേന ഭക്തിരസമന്തരാർദ്രതാം. തേന ഭക്തിരസമന്തരാർദ്രതാം. ഉദ്വഹേമ. ഉദ്വ ഉദ് വഹേമാണ്. ഉദ് വഹേമ കൂടി വരുമ്പോൾ ഉദ്വ ഹേമ. ഉദ്വഹേമ. ഉദ്വഹേമ. അവിടെ അതെ ചെല്ലുമ്പോ ഉദ്വ എന്നാ വരുന്നത്. കാരണം ദ എന്നുള്ളത് മൃദുവാണ്. ഉദ്വ അത്രയാവും. ഉദ്വഹേമ. അത് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഉദ് വഹേമ എന്നുള്ളത് കുറച്ച് ഇത് കൂട്ടിയാൽ മതി. ഉദ്വഹേമ. 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 ഉദ് വഹേമ എന്നാണെന്ന് നമ്മൾ ഒന്ന് ഓർത്താൽ മതി. അപ്പൊ ശരിയാവും. ഉദ്വഹേമ. പിന്നെ ഭവദംഘ്രി ചിന്തക. അവിടെ ഭ ഘോഷാക്ഷരാണ്. ഭവ ഭവത് അംഘ്രി. ഭവത് അംഘ്രി. ഭവദംഘ്രി. ഘ്രി എന്ന് പറയുമ്പോൾ അവിടെ ഘ എന്നുള്ളത് ഘോഷാക്ഷരാണ്. അതിന്റെ കൂടെ ര് ഇ രി ശരിയാണ്. ഘ് ര് ഇ ഘ്രി. ഭവദംഘ്രി. ചിന്ത എന്നാണ്. നാത്ത ആണ്. ചിന്തകാ. ഭവദംഘ്രി ചിന്തകാ. ഭവദംഘ്രി ചിന്തകാ. ഉദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. ഉദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർമുഹു. തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. അപ്പൊ നമുക്ക് അർത്ഥം നോക്കാം. അപ്പോ ധാരയേമ, ഉദ്വഹേമ എന്നൊക്കെയുള്ള ക്രിയാപദം വന്നത് കൊണ്ടൊക്കെ തന്നെ അവിടെയും കർത്താവ് നേരത്തെ പറഞ്ഞ പോലെ വയം ആണ്, ഞങ്ങൾ എന്നുള്ളതാണ് കർത്താവ്.
വയം ഞങ്ങള് തേ അസ്ഫുടേ വപുഷി. തേ എന്ന് പറയുമ്പോൾ നിന്റെ എന്നർത്ഥം. ആയതുകൊണ്ട് നിന്തിരുവടിയുടെയെന്നോ അങ്ങയുടെയെന്നോ അവിടുത്തെ എന്നൊക്കെ പറയാം. അങ്ങയുടെ അവിടുത്തെ അസ്ഫുടേ വപുഷി. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരമാണ്. വപുഷി വപുസ് ശരീരത്തിൽ. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രൂപമുള്ളതാണ് ശരീരം. ഇപ്പൊ സ്വരൂപത്തിൽ എന്നർത്ഥം. വപുസ് ശരീരം. ശരീരത്തിൽ എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ, ഭഗവാന്റെ രൂപത്തിൽ. എങ്ങനെയുള്ള? അസ്ഫുടേ വപുഷി, അസ്ഫുടമായിരിക്കുന്ന സ്വരൂപത്തിൽ. സ്ഫുടം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സ്ഫുടമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നല്ല വ്യക്തമാണ് എന്നർത്ഥം. അപ്പൊ ഇത് അങ്ങനെയല്ല, അസ്ഫുടമാണ്, വ്യക്തമല്ല. അപ്പൊ നമുക്ക് ഭഗവാനെ ഉപാസിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് വരുമൊന്നുമില്ല. അതുകൊണ്ടാണ് അത് തന്നെ കൃത്യമായിട്ട് കിട്ടില്ല. ആ ഭഗവാന്റെ സ്വരൂപം നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് അസ്ഫുടേ വപുഷി എന്ന് പറഞ്ഞത്. സ്പഷ്ടമല്ലാത്ത, നമുക്ക് സ്പഷ്ടാവില്ല, കൃത്യമായിട്ട് ആ സ്വരൂപം നമ്മുടെ ഉള്ളിൽ കിട്ടില്ല. അപ്പൊ അസ്ഫുടേ വപുഷി സ്വരൂപം, അത് സ്പഷ്ടമല്ലാത്ത അങ്ങയുടെ സ്വരൂപം. ആ സ്വരൂപത്തില് പ്രയത്നത ധിഷണാം മുഹുധാരയേമ. പ്രയത്നം കൊണ്ട്, പ്രയത്നിച്ചുകൊണ്ട്, വളരെ പ്രയത്നിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രയത്നം എന്നുള്ള അർത്ഥമാണ് ശരിക്കും. പ്രയാസഹ കരണീയ. പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രയത്നം എന്നുള്ള അർത്ഥമാണ്. യത്നം എന്ന് പറഞ്ഞാൽ എന്താ? യത്നം നമുക്കറിയാം. യത്നം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അപ്പോൾ യത്നം വേണം. കുറച്ചൊരു യത്നം ചെയ്തു എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് പ്രവർത്തിച്ചു, കുറച്ചൊരു പ്രയത്നം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രയത്നത, കുറച്ച് പണിപ്പെട്ടിട്ട്, വളരെ പണിപ്പെട്ടുകൊണ്ട് ധിഷണാം മുഹുധാരയേമ. ധിഷണ എന്ന് പറഞ്ഞ ബുദ്ധിയാണ്. ആ ധിഷണയെ മുഹുധാരയേമ, വീണ്ടും ധാരയേമ, ധരിക്കുക, ധരിപ്പിച്ചു കൊള്ളാം. ധരിക്കുക എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയെ അവിടെ ധരിക്കാം. ഇതല്ല, ധരിപ്പിക്കാന്നാണ്. ബുദ്ധിയെ വേണ്ടതുപോലെ അവിടെ ഉറപ്പിച്ചു നിർത്താം. അപ്പൊ ഭഗവാന്റെ സ്വരൂപം വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പണിപ്പെട്ടുകൊണ്ട് തന്നെ ആ വീണ്ടും വീണ്ടും മുഹു ആ ബുദ്ധിയെ ആ സ്വരൂപത്തിലേക്ക് ഉറപ്പിച്ചു നിർത്താം. ആദ്യമൊന്നും എളുപ്പമാവില്ല, പക്ഷെ ഞങ്ങൾ വളരെ പ്രയത്നിച്ചുകൊണ്ട് ആ ബുദ്ധിയെ അവിടെ നിർത്താൻ ശ്രമിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചെയ്യാം, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളോടുള്ള ഉപദേശം. അങ്ങനെ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യണം എന്നർത്ഥം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ സ്വരൂപം നമുക്ക് കിട്ടുക. ആദ്യം അസ്ഫുടമായിരിക്കും. ഇനി അത് സ്ഫുടമായി വരണം എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിയെ വീണ്ടും വീണ്ടും വളരെ പ്രയത്നിച്ചുകൊണ്ട് തന്നെ നിർത്താൻ ശ്രമിക്കണം. എന്നിട്ടോ ഭവദംഘ്രി ചിന്തകാ. അതിന് ശേഷം ഇപ്പോ ഭഗവാന്റെ സ്വരൂപം ഉറപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഭവദംഘ്രി ചിന്തകാ വയം, ഭവാന്റെ അംഘ്രിചിന്തകന്മാരായിട്ട്. ഭവാന്റെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ, അവിടുത്തെ. അംഘ്രി എന്ന് പറഞ്ഞാൽ കാലാണ്. അംഘ്രിചിന്തകന്മാര്, കാലിനെ ചിന്തിക്കുന്നവര് എന്ന് പറഞ്ഞാൽ തൃപ്പാദങ്ങൾ, ഭഗവാന്റെ പാദങ്ങളെ ചിന്തിക്കുന്നവര്, ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുന്നവര്, ധ്യാനിക്കുന്നവര് എന്നർത്ഥം. അങ്ങനെ ചിന്തിക്കുന്നവരായിട്ട് എന്തു ചെയ്യും? ഞങ്ങള് ഭഗവാന്റെ പാദങ്ങളെ ചിന്തിക്കുന്നവരായിട്ട്, എന്നിട്ട് തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ഉദ്വഹേമ. തേന ഭക്തിരസം, അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭക്തിയുടെ രസം,
ഭക്തി കൊണ്ട് ഉണ്ടാകുന്ന ആയിട്ടുള്ള ആ ആനന്ദം, ആ രസത്തെ, ആ ആനന്ദത്തെ അത് ഇതേപോലെ പിന്നെ വളരെ പ്രയാസപ്പെട്ട് ആയാൽ മാത്രമാണ് ആ അസ്ഫുടമായിട്ടുള്ളതിനെ സ്ഫുടമാക്കാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ പ്രയത്നിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭക്തിരസത്തെ ഉള്ളില്, ഭക്തി ആകുന്ന ആനന്ദത്തെ ഉള്ളില് വരുത്തുക. ആ വരുത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? ആർദ്രതാം ഉദ്വഹേമ, ആർദ്രതയെ ഞങ്ങൾ വഹിച്ചുകൊള്ളാം, ആർദ്രതയെ വഹിച്ചുകൊള്ളാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൃദയം ആർദ്രമായിട്ട് മാറും, കഠിനമല്ലാതെയാവും അർത്ഥം. ഹൃദയം കഠിനമല്ലാതെയാവും, ആർദ്രമാവും, മനസ്സ് പാകപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഭക്തിയാകുന്ന രസം കൊണ്ട് നമ്മുടെ ഹൃദയം ആർദ്രമായിട്ട് മാറും. ആർദ്രമായിട്ട് മാറുമ്പോഴാണ് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് വേഗത്തിൽ കയറി വരിക. അത് നമുക്കറിയാലോ. ഒരു സ്ഥലത്ത് ഒരു കല്ലിലൊക്കെ അല്ലെങ്കിൽ ഒരു മണ്ണിൽ ഒരു കുഴി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല. അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പാകപ്പെടുമ്പോൾ അതൊന്ന് മയപ്പെടും, അവിടെ നമുക്ക് ഒരു കുഴി ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ സ്മരണകളെയൊക്കെ കുത്തി നിറയ്ക്കുന്ന സമയത്ത് ആ ഹൃദയം ആർദ്രമായിട്ട് മാറും. അങ്ങനെ ആർദ്രമായി മാറുമ്പോഴാണ് ആ ഹൃദയത്തിലേക്ക് ആ ഭഗവാനെ നമുക്ക് ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കുക. അപ്പം അങ്ങനെ ആ ഹൃദയത്തെ ആർദ്രമാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചുകൊള്ളാം, അതിനെ പ്രാപിച്ചുകൊള്ളാം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ യമം, നിയമം, ആസനം എന്നൊക്കെ പറഞ്ഞതിൽ ധാരണ, പ്രത്യാഹാരം, പ്രാണായാമം, പ്രത്യാഹാരം കഴിഞ്ഞിട്ട് അടുത്തത് ധാരണ എന്നാണ്. ആ യോഗത്തെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുഹുർമുഹു എന്ന് ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, പിന്നെ ഒരു പ്രയത്നം കൊണ്ട് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ വീണ്ടും 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 നമ്മൾ പറയാറില്ലേ, വീണ്ടും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ മതി. പക്ഷെ വീണ്ടും വീണ്ടും ചെയ്തു എന്ന് പറയുമ്പോൾ ആ പ്രയത്നത്തിന് ഒന്നുകൂടി പ്രയത്നിക്കാനുള്ള കൂടുതൽ വേണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് നമുക്ക് അതിനെ കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ തടസ്സങ്ങൾ പിന്നെയും ഇത് ചെയ്യുമ്പോൾ തടസ്സം വരും, പിന്നെയും ചെയ്യുമ്പോൾ പിന്നെയും ചെയ്യുക, അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് ആ തടസ്സങ്ങൾ മുഴുവൻ നീങ്ങുക. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് തടസ്സം വന്നു, അപ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് വന്ന് പിന്നെയും പോകേണ്ടി വരും, ഒന്നുകൂടി പിന്നോട്ട് വന്ന് പിന്നെയും പോകേണ്ടി വരും. അങ്ങനെ കുറേ പ്രാവശ്യമാകുമ്പോൾ ആ കയറ്റം നമുക്ക് കയറാൻ സാധിക്കും. അതാണ് മുഹുർമുഹു, വീണ്ടും വീണ്ടും പരിശ്രമിക്കുക എന്നുള്ളത് പറയാൻ കാരണം. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. നമുക്ക് ഇന്ന് ചൊല്ലിയ, ഇന്നിപ്പം തൽക്കാലം ഇവിടെ നിർത്താം, ഇന്ന് ചൊല്ലിയ ആ 4 ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢതാദിഭിര്യമൈരാപ്ലവാദി നിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖാ. അസ്ഫുടേ വപുഷിതേ
പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമസ്കാരം.